എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ കുറച്ച് വിശേഷങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായി കേട്ടോ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ആരും എന്നെ മറന്നിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനത്തെ നമ്മുടെ ഒരു ഞായറാഴ്ച ദിവസത്തേക്ക് കടക്കുകയാണ്. തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് ഇന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞ് തുണി കഴുകുമ്പോഴേക്കും കശ്മീക്കുട്ടിയും ആൻലിക്കുട്ടി എഴുന്നേറ്റിട്ടുണ്ട്. ഒരാൾ എൻ്റെ തോളിലോട്ട് കയറിയിട്ടുമുണ്ട്. ഇന്നത്തെ അടുക്കളയിലെ പരിപാടികളൊന്നും ഒരുങ്ങിയിട്ടില്ല കേട്ടോ. പതുക്കെ ആക്കാന്ന് കരുതി. ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ട് നേരത്തെ എഴുന്നേറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണികൾ ഒരുങ്ങും കേട്ടോ. ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാണെങ്കിൽ ഉച്ചയായാലും പണികളൊന്നും ഒരുങ്ങില്ല. ഇപ്പം ഞാൻ ക്ലാസ്സില്ലാത്ത ദിവസമാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ എൻ്റെ പണി എന്തായാലും പെൻഡിങ് ആയിട്ടുണ്ടാവുക. പിന്നെ ഇന്ന് കുറച്ച് കൂടുതൽ തുണികൾ കഴുകിയിടാനുണ്ടായിരുന്നു കേട്ടോ. കച്ചു എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളെൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ് ചെയ്യുക. ഓരോന്നിനും വാശി പിടിച്ച് കരയുകയും ചെയ്യും. പിന്നെ ഒന്നും ചെയ്യാനും വിടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ ഉപയോഗിക്കാറ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറക്കാണ്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥത പോലെയാണ് കേട്ടോ. രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതാണ്. ഞങ്ങളുടെ ഈ ഏരിയയിൽ പട്ടിശല്യം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞങ്ങൾ കിടക്കുന്ന സമയത്ത് 2 ചെയർ ഈ ഫ്രണ്ട് കയറി വരുന്ന ഭാഗത്ത് ഇങ്ങനെ കമഴ്ത്തി വെക്കലാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചേച്ചി കഴിച്ച ദോശേൻ്റെ പ്ലേറ്റിൽ നിന്ന് കശ്മീക്കുട്ടി തക്കാളി എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും ഉള്ളിയും കഴിക്കുകയാണ് കറിയിലെ. ആ സമയത്തിനുള്ളിൽ ഞാൻ സിറ്റ് ഔട്ടിൻ്റെ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ദിവസം നന്നായിട്ട് പ്രയോജനപ്പെടുത്താറുണ്ട് കേട്ടോ. പൊടിയൊക്കെ തുടക്കാനും അടിക്കാനൊക്കെ ഉണ്ടാവും. രണ്ടാൾക്കും പൊടി അലർജിയാണ് കേട്ടോ. എനിക്ക് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയാണ് ക്ലാസ്സിൽ, ഡെയിലി ക്ലാസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ലീവ് കിട്ടുക. ആ ദിവസം മൊത്തം തുണികൾ അടുക്കി വെക്കാനും അതുപോലെ തന്നെ മൊത്തം ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവും. അന്ന് മൊത്തം തിരക്കായിരിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ അതവിടെ സ്റ്റോപ്പാവും. ആൻലിക്കുട്ടിക്ക് ഈ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി കേട്ടോ. ആദ്യം അവൾ മറ്റുള്ളവരെ സൈക്കിളിൽ കയറി ഇരിക്കുന്നത് കണ്ടിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവൾക്ക് വാങ്ങിച്ചപ്പോൾ അവൾ അത് ഉപയോഗിക്കാണ്ട് ഒരു മൂലക്ക് ഇട്ടിട്ടാണുള്ളത്. കുട്ടികളൊക്കെ കളിക്കാനുള്ള സമയത്ത് ഇതുപോലെ ഞാൻ അവൾക്ക് പുറത്തേക്ക് സൈക്കിൾ എടുത്ത് വെച്ച് കൊടുക്കും കേട്ടോ. അവൾക്ക് ചെറിയൊരു പേടിയുണ്ട് ഇപ്പം ഇതിനകത്തേക്ക് കയറാൻ. ആദ്യം വലിയ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു ദിവസം വീണതിന് ശേഷം അവൾക്ക് ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് പേടിയാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓളത്തിൽ അങ്ങ് കയറി പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കും. പിന്നെ അത് ഉപയോഗിക്കാണ്ടൊരു മൂലക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ എടുത്തിട്ട് അകത്തോട്ടും വെക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ വരാന്തേൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ നേരെ മുടി ചീകി കെട്ടി വെക്കാനായിട്ട് പോവുകയാണ്. ഒരവധി ദിവസം കിട്ടുകയാണെങ്കിൽ രാത്രി കെട്ടിയ മുടി പിന്നെ വൈകുന്നേരമാണ് അയക്കുക കേട്ടോ. ആ ഭാഗത്തേ നോക്കില്ല. പിന്നെ എവിടെയൊക്കെ ഇങ്ങനെ പോവേണ്ട ദിവസമാണെങ്കിൽ നല്ല നീറ്റായി കെട്ടി നല്ല ഒരുങ്ങിയിട്ടാണ് പോവുക കേട്ടോ. പുറത്തേക്ക് പോയാൽ തന്നെയാണോ ഈ വീട്ടിലിരിക്കുന്നതെന്ന് തോന്നിപ്പോകും. അമ്മാതിരി കോലത്തിലാണ് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാവുക കേട്ടോ. ഇന്നിനൊരു വീഡിയോസ് ഒക്കെ എടുക്കുന്ന ദിവസം ആയതുകൊണ്ട് കുറച്ച് നീറ്റായിട്ട് കിടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് മുടി ചീകി കെട്ടി വെക്കുന്നത്. അങ്ങനത്തെ ആ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ പരിപാടിയിൽ മടുപ്പില്ല കേട്ടോ. എല്ലാം നീറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞ് അത് പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പിന്നെ കുറച്ച് നേരം കിടക്കുള്ളൂ. നമ്മൾ എത്ര നീറ്റാക്കി ഇട്ടാലും അത് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം നീറ്റാക്കി കഴിയുമ്പോഴേക്കും ആൻറ്റീൻ്റെ ടോയ്സ് ബോക്സുമായിട്ടൊരു വരവുണ്ടാവും. അത് കാണുമ്പോൾ തന്നെ പിന്നെ എൻ്റെ പകുതി ജീവനും പോകും കേട്ടോ. പിന്നെ അവൾ എന്തെങ്കിലും ആക്കട്ടെ എന്ന് കരുതും. ടോയ്സ് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് അനങ്ങാതിരുന്ന് കളിച്ചോളും. അങ്ങനെ ഞാനിതാ സോഫയുടെ ഏരിയയാണ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വരുന്നത്. സോഫ എന്തായാലും മൊത്തം അവിടുന്ന് മാറ്റി എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അതിൻ്റെ ഉള്ളിൽ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ എടുത്തൊന്ന് മാറ്റണം. സോഫേൻ്റെ ഭാഗം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉള്ളൊരു ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ കാണാതായ എൻ്റെ ക്ലിപ്പും അതുപോലെ തന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ടാവും. കഴിഞ്ഞ തവണത്തെ നമ്മളെ വീഡിയോസിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. പൊടി അടിച്ചിട്ട് ജലദോഷം വരണ്ട, അലർജി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ കമൻറ്റ്സ് മാനിച്ചിട്ട് ഞാനിതാ ഇന്ന് ആദ്യം തന്നെ ക്ലീനിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എന്താ കെട്ടി വെച്ചിട്ടുണ്ട് ഫേസ് നന്നായിട്ട്. എത്ര ക്ലീൻ ചെയ്താലും ഇത് എവിടുന്ന് ഇത്രയും പൊടികൾ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ പൊടി പിടിച്ചിട്ടുണ്ടാവും. വിൻഡോ ആയാലും തുടക്കുന്ന സമയത്ത് ഞാൻ അല്പം നനഞ്ഞ തുണി കൊണ്ട് കൂടി തന്നെയാണ് തുടക്കാറ്. അതാവുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി എളുപ്പമാണ്. ഇത്തവണ സോഫയുടെ അടിഭാഗത്തുള്ള പൊടികൾ കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉണ്ടാവാറുണ്ട്. സോഫ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ബ്രഷ് കൊണ്ട് മൊത്തം തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നനഞ്ഞ തുണി വെച്ചിട്ട് സോഫയുടെ മൊത്തം എല്ലാ ഭാഗത്തും തുടക്കും കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുട്ടികളൊക്കെയുള്ള വീടായാലും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ തൊട്ടിട്ടുണ്ടാകും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കോർണർ സോഫയാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഒരേ രീതി മാത്രമേ ഇത് ഇടാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഈ കോർണർ സോഫയുടെ അത്ര ഇഷ്ടമില്ല കേട്ടോ.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കശ്മിക്കുട്ടീൻ്റെ തോളിലോട്ട് കയറിയിട്ടുണ്ട്. സോഫ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു തുണിയും വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് മുഷിയണ്ടെന്ന് കരുതി. ചെറിയ ആളുള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ ഷീറ്റ് സോഫയുടെ മുകളിൽ വിരിച്ചിടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവൾ ഇടയ്ക്കൊരു ശൂശി വെക്കാറുണ്ട്. അതുകൊണ്ട് ഷീറ്റ് ഉണ്ടാകുമ്പം അത് ഉള്ളിലേക്ക് പോവില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലൊരു ഷീറ്റ് വിരിച്ചിടും. ഇതല്പം സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷീറ്റാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ പാത്രങ്ങളൊക്കെ കൊണ്ടുവരുന്ന അവരോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു വണ്ടിയിൽ ആഴ്ചയിൽ ഒരു ദിവസം പാത്രങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്, 400 സംതിങ് എങ്ങാനുണ്ട് റേറ്റ്. പക്ഷെ നമ്മൾ വിരിച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ അത് നിന്നോളും. പെട്ടെന്നൊന്നും ഇളകിപ്പോയില്ല കേട്ടോ. ഞാൻ തന്നെയാണ് ബെഡിനിട്ടതും. അങ്ങനെ ഞാൻ ഈ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ആ കശ്മിക്കുട്ടി നമ്മുടെ മോപ്പിൻ്റെ ബക്കറ്റ് വിരിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ പൊക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആൻലി കുട്ടി TV കാണുന്ന തിരക്കിലാണ്. നമുക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്താൽ അവളെ അതിരുന്ന് കളിച്ചോളും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ആൻറ്റിയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് പെഡിക്യൂർ സ്പാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ക്ലീനിങ് അവിടെ വെച്ചിട്ട് അവന് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നെ ക്ലീനിങ്ങിനുള്ള പരിപാടിയിലേക്ക് കടക്കാമെന്ന് കരുതി. അവൻ വന്നതുകൊണ്ട് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി അത് കുടിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കശ്മിക്കുട്ടിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. കശ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ക്ലീനിങ്ങിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യുകയാണ്. പിന്നെ ചേച്ചി കോൾ വിളിക്കുന്നുണ്ടായിരുന്നു. അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വലിയ പൊടികളൊന്നും ഇല്ല കേട്ടോ. ഈ റൂമിൽ പൊടികൾ കുറവാണ്. നമ്മുടെ സെൻട്രൽ ഹാളിലും ഞാൻ കിടക്കുന്ന റൂമിലാണ് പെട്ടെന്ന് പൊടി പിടിക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അടിച്ച് വാരി വിടുന്നതേ ഉള്ളൂ. ബെഡിൻ്റെ അടിഭാഗം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ. ഞാനെന്താ ബെഡിൻ്റെ ഒരു സൈഡ് ആദ്യം തന്നെ അടിച്ച് വാരി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആ ബെഡ് മറ്റേ സൈഡിലേക്ക് തള്ളി മാറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗത്തേക്ക് ആ ബെഡ് തള്ളി മാറ്റുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം കുനിഞ്ഞ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബെഡിൻ്റെ ഒരു അറ്റത്ത് കശ്മിക്കുട്ടി പിടിച്ച് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തള്ളി മാറ്റാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അവളെ ചടയുന്നിട്ട് താഴോട്ട് പോവും. ഇത്രയും വേസ്റ്റ് ബെഡിൻ്റെ അടിഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഞാനിത് ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടിഭാഗം അടിച്ചു വരേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്ക് അധികം കുനിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വെയിറ്റ് നോക്കുന്ന മെഷീനാണ് കേട്ടോ. പച്ചക്കറിയുടെ പരിപാടി ഉണ്ടായിരുന്നു അച്ഛന് മുന്നേ. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചതാണ്. പിന്നെ അത് കൊടുത്തില്ല, ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. അങ്ങനെ ഞാനിത് ഈ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ലൈറ്റെല്ലാം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നീറ്റായിട്ട് കിടന്നോട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട്, ഇഷ്ടമായിട്ടുണ്ടോ? ഞാനിത് ഈ സ്റ്റിക്കർ, വാൾ സ്റ്റിക്കർ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഇത് അമ്മയുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മ ഇത് വിശ്രമിക്കാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കച്ചു പിന്നെ സോഫയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഉണ്ടാവുക. അച്ഛനിതാ പയർ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനോട് പയർ പറിക്കുമ്പോൾ എന്നോട് പറയണം, ഞാൻ പറിച്ചോളാം, എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ ഇതാ ഞാനും അമ്മയും പയർ പറിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഇവിടെ കോട്ടപ്പയർ എന്നാണ് പറയാറ്. നിങ്ങളെ ഏരിയയിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരുപാട് പയറുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തു. പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഏട്ടൻ്റെ വീട്ടിലോട്ടും കുറച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മക്ക് കുടുംബശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ റോഡിൽ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അച്ഛൻ പയർ നട്ടിട്ട് കാണാൻ. രണ്ട് സൈഡിലും ആയിട്ട് നമുക്ക് സെൻറ്ററിലൂടെ നടന്നു പോയി പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് പയർ നട്ടിട്ടുള്ളത് കേട്ടോ. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കിയെടുത്തത്. അച്ഛൻ കഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വിഷമില്ലാതെ പച്ചക്കറി കഴിക്കാനായിട്ട് പറ്റി. അമ്മ ഇടയ്ക്ക് പോയി സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഈ ഭാഗത്ത് പോലും നോക്കാൻ പോലും പറ്റാറില്ല. അങ്ങനെ ഞാനിതാ കോട്ടപ്പയർ മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട്. കോട്ടപ്പയർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതല്ല. പയർ മൊത്തം പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതാ പകുതി മാമി കൊടുക്കാനായിട്ട് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യാൻ എന്തായാലും വിട്ടുപോകരുത് കേട്ടോ. പുതുതായിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.